നമ്മളുടെയൊക്കെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിൻ്റെ കൃത്യമായ പ്രവർത്തനം നിർവഹിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ശരീരം രോഗവിമുക്തമാകുന്നതും നമ്മുടെ ശരീരം എപ്പോഴും ആരോഗ്യമുള്ളതും അതുപോലെ നമ്മളെപ്പോഴും സന്തോഷവുമുള്ളതായി തീരുന്നത്. എന്നാൽ നമ്മുടെ ഈ ശരീരത്തെ മുഴുവൻ ആരോഗ്യമുള്ളതാക്കി തീർക്കുന്നതും ജീവിതം മുഴുവൻ സന്തോഷവുമുള്ളതാക്കി തീർക്കുന്നതുമായ ഏതെങ്കിലും അവയവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരവയവമുണ്ട്. ആ അവയവമാണ് ഹൃദയം. നമ്മൾ ധാരാളം വായിക്കുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് ഹൃദയ വിശുദ്ധിയെക്കുറിച്ച്, നന്മയുള്ള മനസ്സിനെക്കുറിച്ച്. ഹൃദയ വിശുദ്ധി ഉള്ളവർക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം അവരെ എങ്ങനെയൊക്കെ കാണുന്നു, അവരിൽ എങ്ങനെയൊക്കെ പ്രസാദിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായി, ദൈവം അവരിൽ പ്രസാദിക്കും. ഹൃദയശുദ്ധി ഉള്ളവരിൽ ദൈവം പ്രസാദിക്കുമെന്ന് 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഇപ്രകാരം അത് വായിക്കുന്നുണ്ട്: എൻ്റെ ദൈവമേ, അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനും അതിൻ്റെ ആർജവത്തിൽ പ്രസാദിക്കുന്നവനുമാണെന്ന് ഞാൻ അറിയുന്നു. അപ്പം ദൈവം ഹൃദയം പരിശോധിക്കുകയും അതിൻ്റെ ആർജവത്തിൽ, അതായത് അത് മലിനമില്ലാതിരിക്കുകയും അത് ശുദ്ധി ഉള്ളതായിരിക്കുകയും ചെയ്യുന്നവനിൽ ദൈവം പ്രസാദിക്കും. ഒന്നാമതായി, ഹൃദയവിശുദ്ധി ഉള്ളവന് വന്നു ചേരുന്ന അനുഗ്രഹമാണ് ദൈവം അവനിൽ പ്രസാദിക്കുമെന്ന്. രണ്ടാമതായി, ഹൃദയവിശുദ്ധി ഉള്ളവർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് അവരുടെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുന്നു എന്ന്. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഹൃദയശുദ്ധി ഉള്ളവൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുന്നു. ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ്, സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന്. നോക്കിക്കേ, ഹൃദയവിശുദ്ധി ഉള്ളവൻ്റെ ഹൃദയശുദ്ധി ഉള്ളവൻ്റെ പ്രാർത്ഥനയിൽ ദൈവം സന്തോഷിക്കും. മൂന്നാമതായി, ഹൃദയശുദ്ധി ഉള്ളവന് വന്നു ചേരുന്ന ഒരു അനുഗ്രഹമാണ് അവൻ അനുദിനം, അവനും കുടുംബവും അനുദിനം പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കുമെന്ന് സുഭാഷിതം 14-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഷ്ടരുടെ ഭവനം നശിപ്പിക്കപ്പെടും, സത്യസന്ധരുടെ കൂടാരം പുഷ്ടി പ്രാപിക്കും. ഹൃദയശുദ്ധിയുള്ളവൻ്റെ കൂടാരം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭവനം, അവനും അവൻ്റെ ജീവിത പങ്കാളി, അവൻ്റെ മക്കൾ അവരനുദിനം പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹൃദയവിശുദ്ധി ഉള്ളവർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹമാണ്. നാലാമത്, ഹൃദയശുദ്ധി ഉള്ളവന് ലഭിക്കുന്ന അനുഗ്രഹമാണ് ദൈവം അവരെ കാത്തുപരിപാലിക്കും. സങ്കീർത്തനം 41-12 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യും. ദൈവം ഹൃദയശുദ്ധി ഉള്ളവനെ എന്നും ജീവിതത്തിൽ ഉറപ്പിച്ച് നിർത്തും. പ്രശ്നങ്ങളില്ലെന്നോ പ്രതിസന്ധികളില്ലെന്നോ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇല്ലെന്നോ അല്ല. ഹൃദയവിശുദ്ധി ഉള്ളവൻ ഒരിക്കലും വീഴാതെ ദൈവം അവനെ ഉറപ്പിച്ചു നിർത്തും. അതുകൊണ്ടാണ് ജീവിതത്തിൽ എപ്പോഴും ഹൃദയശുദ്ധി ഉള്ളവരായിരിക്കുക എന്ന് പറയുന്നത്. ഒന്ന്, ദൈവം അവരുടെ പ്രാർത്ഥനയിൽ പ്രസാദിക്കുന്നു, ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. മൂന്നാമതായി, അവരുടെ കുടുംബത്തെയും ദൈവം പുഷ്ടിപ്പെടുത്തും. നാലാമതായി, ദൈവം എപ്പോഴും അവരെ ഉറപ്പിച്ചു നിർത്തും. അപ്പോൾ ഹൃദയശുദ്ധി ഉള്ളവൻ ആയി മാറുമ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മളിലും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരിലും നമ്മുടെ കുടുംബങ്ങളിലും കുടുംബാംഗങ്ങളിലും വന്നു ചേരുന്ന അനുഗ്രഹമാണ്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്താൽ എന്താണ്? ഹൃദയം ശുദ്ധിയാക്കി വെക്കുന്നവരിൽ ലഭിക്കുന്ന അനുഗ്രഹം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.